നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഇന്ന് 2025 വർഷഫലം പറയാമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ കന്നിരാശിയിൽ ഉൾപ്പെടുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്രയുടെ ആദ്യ പകുതിയും അതായത് 1, 2 പാദങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പായി ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും ഈ വർഷമുണ്ടാകുന്ന മാറ്റങ്ങളും ഒന്ന് പരിശോധിക്കാം. ഇടവത്തിൽ വ്യാഴം, കന്നിയിൽ കേതു, കുംഭത്തിൽ ശനി, മീനത്തിൽ രാഹു എന്നിങ്ങനെയാണ്. 2025 മാർച്ച് 29 ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. 2025 മെയ് 14 വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. മെയ് 18 രാഹു കുംഭത്തിലേക്കും കേതു ചിങ്ങത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു. 2025 ഒക്ടോബർ 17 വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കും. പിന്നീട് ഡിസംബർ 4 വ്യാഴം വക്രഗതിയിൽ മിഥുനം രാശിയിലേക്ക് തിരികെ വരുന്നു. പിന്നീട് മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നത് 2026 ജൂൺ മാസത്തിലാണ്. അങ്ങനെ വ്യാഴം ഈ വർഷം 3 രാശി മാറുന്നുണ്ട്. കൂടുതൽ സമയകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടാണ് നമ്മൾ വർഷഫലം പറയാറ്. മറ്റു ഗ്രഹങ്ങളുടെ ചാരഫലം മാസഫലങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട്. മാസഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. കന്നിക്കൂറുകാർക്ക് 2025 മാർച്ച് 29 ശനി 7ാം ഭാവത്തിലേക്കും മെയ് 14 വ്യാഴം 10ാം ഭാവത്തിലേക്കുമാണ് സംക്രമിക്കുന്നത്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. കന്നിക്കൂറുകാരുടെ ധനസ്ഥിതി പരിശോധിച്ചാൽ ആദ്യ മാസങ്ങളിൽ ശുഭചിലവുകൾ വർദ്ധിക്കുന്നതാണ്. ശുഭകാര്യങ്ങൾക്കായി ധനച്ചിലവുകൾ വന്നുചേരും. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം സമ്പാദ്യം വർദ്ധിക്കുകയും സാമ്പത്തിക സ്ഥിതി ഉയർന്നു വരുന്നതായും കാണാം. ആദ്യ മാസങ്ങളിൽ ധനച്ചിലവുകൾ ഉണ്ടാവുകയും സാമ്പത്തിക പ്രയാസങ്ങൾ കുറയുന്നതുമായിരിക്കും. കർമ്മരംഗത്ത് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും. ആദ്യ മാസങ്ങളിൽ കാര്യക്ഷമത വർദ്ധിച്ചു വരുന്നതായി കാണാം. തൊഴിൽ മാറ്റം, സ്ഥാനഭ്രംശം, ദൂരദേശ യാത്രകൾ, അലച്ചിലുകൾ എന്നിവ ഉണ്ടാകുന്നതാണ്. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്കാകട്ടെ പ്രമോഷൻ ലഭിക്കുന്നതിനും മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും എല്ലാ കാര്യങ്ങളിലും യോജിച്ചു പോകാനാകുന്നതാണ്. വിദേശ തൊഴിലും സാധ്യമാകും. ജീവിത പങ്കാളിക്ക് തൊഴിൽ ലഭിക്കുന്നതിനും തൊഴിലിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഗുണകരമായിരിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മത്സരബുദ്ധി ആർജിച്ച് വളരെയധികം നേട്ടങ്ങൾ കൊയ്യാനാകും. ആദ്യ പകുതിയിൽ ചെയ്യുന്ന ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുവാനും അവയിൽ നിന്നും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ആദ്യ പകുതിയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി മുന്നോട്ടു പോകാനാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും ഗുണപ്രദമായിരിക്കും. എന്നാൽ 2ാം പകുതിയിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. ചതി, വഞ്ചന എന്നിവയിൽ അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു നഷ്ടഭയം ഉണ്ടാകാനിടയുണ്ട്. വിദേശ വിപണനം ഗുണപ്രദമാകും. പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കന്നിക്കൂറിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാകട്ടെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനാകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ആദ്യ പകുതിയിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ഗവേഷകർക്കും വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി ലഭിക്കുന്നതിനും മത്സരബുദ്ധി വർദ്ധിച്ചു വരുന്നതുമായി കാണാം. കഠിനാധ്വാനം ചെയ്ത് പഠനത്തിൽ മികവ് പുലർത്തി മുന്നോട്ടു പോകാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത വന്നുപെടാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹകാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ വിവാഹാലോചനകൾ വന്നുചേരും.
തനിക്ക് അനുയോജ്യമായ പങ്കാളിയെ തന്നെ ലഭിക്കുന്നതുമാണ്. ഗ്രഹനിലകൾ പരിശോധിച്ച് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ്. ആദ്യ പകുതിയിലായിരിക്കും കൂടുതൽ മെച്ചം. രണ്ടാം പകുതിയാകുമ്പോൾ വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കളുടെ കാര്യമാണെങ്കിലും വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ ഗുണപ്രദമല്ല. അഭിപ്രായ വ്യത്യാസങ്ങളും മാനസിക പ്രയാസങ്ങളും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് പ്രണയം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും. ദമ്പതികൾക്കാകട്ടെ ആദ്യ മാസങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ഉണ്ടാകുന്ന മനപ്രയാസങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനാകും. പുനർവിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകും. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം ചില അസ്വാരസ്യങ്ങളും അഭിപ്രായ ഭിന്നത മൂലം അകന്നു കഴിയാനും ഇടയുണ്ട്. ക്ഷമാശീലം ഉണ്ടാകേണ്ടതാണ്. വിട്ടുവീഴ്ച മനോഭാവം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്ത് ആദ്യ മാസങ്ങളിൽ ചില മനപ്രയാസങ്ങളും അതിനുശേഷം കുടുംബജീവിതം ഗുണപ്രദവുമാകും. വർഷാവസാനത്തോടെ കാര്യങ്ങൾ ഭേദപ്പെട്ട് അനുകൂലമായ രീതിയിലേക്ക് വന്നു ചേരുന്നതാണ്. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട്. ആദ്യ പകുതിയിൽ കന്നിക്കൂറുകാരുടെ സഹോദരങ്ങളുമായി സുഹൃത്തുക്കളുമായോ യോജിച്ചു പോകാൻ ഇടയുണ്ടെങ്കിലും രണ്ടാം പകുതിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വരുന്നതാണ്. അയൽക്കാരുമായി ഇടപഴകുമ്പോഴും തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അച്ഛനമ്മമാരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. അവരിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരും. ആദ്യ പകുതിയിൽ സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതിനും സന്താനങ്ങളുടെ ഉയർന്ന വിദ്യാഭ്യാസം സാധ്യമാകുന്നത് വഴിയും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. ആദ്യ പകുതിയിൽ വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ വീട് വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും വസ്തു സ്വന്തം പേരിൽ വരുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യമാകുന്ന കാലഘട്ടമാണ്. രണ്ടാം പകുതിയിൽ അത്ര തന്നെ ഗുണപ്രദമല്ല. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം ശരീരത്തിന് ക്ഷീണം, യാത്രാക്ലേശങ്ങൾ, അലച്ചിലുകൾ, ധനച്ചിലവുകളും കാര്യതടസ്സങ്ങളും ആശയക്കുഴപ്പങ്ങൾ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. എല്ലാ കാര്യത്തിലും ഒരു തൃപ്തിക്കുറവ് അനുഭവപ്പെടുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിലാണെങ്കിലും നല്ല ശ്രദ്ധയുണ്ടാകണം. മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുവാനും സന്തോഷക്കുറവ്, സംതൃപ്തിക്കുറവ്, ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനും ഇടയുണ്ട്. നെഗറ്റീവ് ചിന്തകൾ ഉടലെടുക്കും. ദൈവാധീനത്താൽ എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. ചികിത്സകൾ ഫലിക്കുന്നതാണ്. പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കുറവ് വരും. രോഗശമനവും ഉണ്ടാകും. യോഗ ശീലമാക്കുന്നത് ഗുണപ്രദമായിരിക്കും. മെഡിറ്റേഷൻ ആവശ്യമായി വന്നേക്കാം. ചുരുക്കി പറഞ്ഞാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയേക്കാൾ ആദ്യ പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. പ്രാർത്ഥനകളും വഴിപാടുകളും യഥാസമയം സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, ഹനുമൽ സ്വാമിക്ക് വെണ്ണ നിവേദ്യം, ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക. ശ്രീകൃഷ്ണസ്വാമിക്ക് ബുധനാഴ്ച ദിവസങ്ങളിലും വ്യാഴാഴ്ച ദിവസങ്ങളിലും നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നിത്യേന കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് 2025 ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെ കന്നിക്കൂറിൽപ്പെട്ട ഉത്രത്തിൽ മുക്കാല്, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർ മനസ്സിൽ വെക്കേണ്ടത്. ഈ ഫലങ്ങളെല്ലാം ഗോചര ഫലങ്ങളായതിനാൽ കൂടുതൽ ഫലം അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക. ഈ ചാനലിലെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദേവകി ആസ്ട്രോ സെർച്ച് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ പുതുവർഷം നിങ്ങൾക്ക് ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.